ഇരിക്കാം. നമ്മൾ ഇന്നലെ പ്രാർത്ഥനകളെക്കുറിച്ച്, വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് അത് പഠിച്ചില്ല. അതിന് പകരം എങ്ങോട്ട് പോയി? ആന്തരിക മുറിവുകളിലേക്ക് കൊണ്ടുപോയി കർത്താവില്ലേ. പക്ഷേ നന്നായിരുന്നു ഇല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ആന്തരിക സൗഖ്യ പ്രാർത്ഥന നടത്തി. അതിൽ പലർക്കും കണ്ടുകിട്ടി നമ്മുടെ ഹൃദയത്തിൽ അബോധ മനസ്സിൽ കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേർക്ക് ഇന്നലെ രാത്രി മുഴുവനും തലവേദനയും മേലുവേദനയൊക്കെ ആയിരുന്നു. അതിൻ്റെ അടയാളം നിങ്ങളിൽ നന്നായിട്ട് സൗഖ്യം നടക്കണമെന്നുള്ളതാണ്. മധ്യസ്ഥ പ്രാർത്ഥന 2 ചാപ്പലിലും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അബോധ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലുമുള്ള ഓരോ പ്രയാസങ്ങളും വേദനകളുമെല്ലാം ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് അങ്ങനെ തന്നെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് രൂപാന്തരീകരണങ്ങൾ നടത്തുന്നതെന്നുള്ളത്. ഈ ആന്തരിക സൗഖ്യമല്ലെങ്കിൽ അബോധ മനസ്സിൽ കിടക്കുന്ന നിരവധി തെറ്റായിട്ടുള്ളതും നല്ലതല്ലാത്തതുമായതെല്ലാം ഇങ്ങനെ പിഴുതു മാറ്റിയാൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുകയുള്ളൂ. പിശാച് നമ്മളെ കൊമ്പൊന്നും വെച്ചുകൊണ്ടല്ല വരുന്നത്. പിശാച് വരുന്നത് കേൾക്കാൻ ഇമ്പമുള്ള നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ അങ്ങ് നിറയ്ക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വിസ്മരണീയമായ ആ സുവിശേഷം, അതായത് അവചനമാണ് 2 കൊറിന്ത്യൻസ് 4:4 ഈ ലോകത്തിൻ്റെ ദൈവം, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ ലോകത്തിന്റെ ദേവന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഷികവും. ഇന്നലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയില്ല. ഒരാളൊരു നാണയം തുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്നത് എന്താ? അയാളുടെ ബോധ്യമാണ് ദൈവത്തെ ഭയങ്കര ഭയം. പിന്നെന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നീ വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. ഇത് ആര് പഠിപ്പിക്കുന്നത്? ദൈവത്തിനെ കുറിച്ചുള്ള അറിവാണോ? അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ വികലമായ ഒന്നിനെയാണ് അജ്ഞത എന്ന് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ നേരെ വിപരീതം. ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ യാഥാർത്ഥ്യം അറിയുക എന്നുള്ളത്. മറിച്ച് ദൈവത്തെക്കുറിച്ച് തെറ്റായിട്ട് ഇപ്പോൾ നമ്മൾ പലതരത്തിലും ഇത് നമ്മുടെ ഉള്ളിലേക്ക് വരാം. ഡയറക്റ്റ് പിശാച് തന്നെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് തരാം. അങ്ങനെ ആ കിട്ടുന്ന സിദ്ധാന്തങ്ങളും അതിലൂടെ കിട്ടുന്ന ബോധ്യങ്ങളും അനുഭവങ്ങളും എല്ലാം നമ്മുടെ അന്തരംഗങ്ങളിൽ ഇങ്ങനെ കട്ടപിടിച്ച് കിടക്കുകയാണ്. അതാണ് ഹൃദയം പാറ പോലെ ഇരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഹൃദയത്തിൽ പാറ ആരോ കൊണ്ടുവരണം, ഹൃദയത്തിൽ കല്ലാരോ കൊണ്ടുവരണം. എന്നാൽ എന്തിനാ ഈശോ വന്നിരിക്കുന്നത്? എന്താ രക്ഷാകര പദ്ധതിയിൽ ഒരു വലിയ ഘടകം?
ആ കല്ലുപോലെയുള്ള ഹൃദയത്തെ മാംസളമാണ്. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്നലെ കുറച്ചൊക്കെ നടന്നോ? അപ്പൊ നമ്മളിങ്ങനെ കത്തിപ്പടരണമേ, ഇതിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് നമ്മുടെ അബോധ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് അവിടെ നിന്ന് ആ കല്ലുകളൊക്കെ പൊക്കി മാറ്റണം. ഞാൻ നിനക്ക് ഒരു പുതിയ ഹൃദയം നൽകും, നിന്റെ ശിലാഹൃദയം ഞാൻ എടുത്ത് മാറ്റും. എന്തോ ഒരു ആശ്വാസജനകമായ കാര്യമാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിൽ നിവേശിപ്പിക്കും. ഈ പ്രവചനങ്ങളെല്ലാം അന്ന് പ്രവചനമായിരുന്നു, എന്നാൽ ഇത് യേശുക്രിസ്തുവിലൂടെ സംഭവിപ്പിക്കുകയും അത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കണം. ഞാനിത് ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ പഴയ നിയമത്തിലെ ആ ഒരു വചനം വായിക്കുമ്പോൾ അത് ക്രോണോസ് ആണ്, അതിനുശേഷം കൈറോസ് വന്നു, ഇതെല്ലാം സംഭവിച്ചു. ആ സംഭവിച്ചതിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അത് ഇനി സംഭവിക്കേണ്ട ഒരു കാര്യമല്ല, ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21 21 22 21:6 നോക്കി. 21:6 ഇത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അവൻ എന്നോട് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. എന്നിട്ട് ആ എഴുതിയ കാര്യം പറയും. ഇത് പറയാണ്, നീ ഇത് എഴുതുക. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഈ കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, നമ്മൾ വിശ്വസിച്ചേ. വീണ്ടും ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ വന്നിട്ട് എവിടേക്കാണ് ഞാൻ പോകണേ? ഈ പ്രാർത്ഥനയെ കുറിച്ച് ഇപ്പോഴും നമ്മൾ എന്താ പറയേണ്ടതെന്ന് പറയാനായിട്ട് എന്നെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്നത് ദൈവരാജ്യം അന്വേഷിക്കുക എന്നതും ഈ പ്രാർത്ഥനയും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ചരിത്രപ്രസിദ്ധമായ കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചും അതിനു മുമ്പ് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ വിവിധ എവിടെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, 5 കാര്യങ്ങൾ. അതാണ് പ്രധാനമായിട്ട് പഠിപ്പിച്ചത്. അതിനെ ഇന്നലെ നമ്മളിങ്ങനെ തുടങ്ങിയായിരുന്നു. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവരാജ്യം. ദൈവരാജ്യം അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് എല്ലാം പറഞ്ഞാൽ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല. ലൂക്ക 17:21. പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. അതാ അവിടെ ഇതാ ഇവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ആ ഭാഗം എടുത്ത് ബൈബിളിൽ അതിൻ്റെ ഫുട് നോട്ടിൽ എഴുതിയിരിക്കുന്നത് വായിച്ച്. ലൂക്ക 17:21.
നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും വിവർത്തനം ചെയ്യാം. കണ്ടോ? ഒന്നുകൂടി വായിച്ച എല്ലാവരും ആ വചനം, എന്നിട്ട് ഫുട് നോട്ട് എടുത്ത് വായിച്ച്. പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെ അല്ല ദൈവരാജ്യം വരുന്നത്. അതാ അവിടെ ഇതാ ഇവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ എല്ലാവരും ശബ്ദമുയർത്തി കരമുയർത്തി ഏറ്റു പറയുക. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അതിന്റെ അടിക്കുറിപ്പിൽ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നും വിവർത്തനം ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഈ വിവർത്തനം സ്വീകരിച്ചുകൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞ്, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങളിൽ തന്നെ ഉണ്ട്. ബൈബിൾ വേണോ? ബൈബിൾ ജെസ്സി ഒരു ബൈബിൾ കൊടുത്തു. അപ്പോൾ ഇതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. കണ്ടോ? അന്വേഷിപ്പിൻ കണ്ടെത്തും. എവിടെയാ കണ്ടെത്തുന്നത്? അവിടെ ഇവിടെ ഒന്നുമല്ല കണ്ടെത്തേണ്ടത്. എവിടെ കണ്ടെത്തുന്നു? നമ്മളിൽ തന്നെ. നമ്മൾ ഇന്നലെ സെന്റ് അഗസ്റ്റിന്റെ കാര്യമെല്ലാം പറഞ്ഞില്ല. ഈ വിശുദ്ധന്മാരുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം അതാണ്. അവർ ദൈവരാജ്യത്തെ അവരിൽ തന്നെ കണ്ടെത്തി. അപ്പൊ അഗസ്തീനോസ് 33 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടെത്താൻ ഇടയായത്. എന്നാൽ കൊച്ചു ത്രേസ്യക്ക് 14-15 വയസ്സിൽ കൊച്ചു ത്രേസ്യ അഗസ്തീനോസിന്റെ പുസ്തകങ്ങളും സെന്റ് ജോൺ ഓഫ് ദ ക്രോസിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു. ജോൺ ഓഫ് ദ ക്രോസിന്റെ ഇരുണ്ട രാത്രികളും സ്പിരിച്വൽ കാനിക്കൽ, ആ പ്രേമഗീതം എന്നൊക്കെ ഉള്ള പുസ്തകങ്ങള് അപ്പനെടുത്ത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഈ കൊച്ചിത് വായിച്ചാൽ പോയി എൻ്റെ അടുക്കുകയായിരുന്നു എന്നുള്ളത് നന്നായിട്ട് അറിയായിരുന്നു. അതാണ് അപ്പന്മാർ ഒളിച്ചു വെക്കണത് മക്കളും ഒളിച്ചിരുന്ന് വായിക്കില്ലേ. അപ്പൻ ഒളിച്ചു വെച്ചെടുത്ത് മോളെടുത്ത് വായിച്ചുകൊണ്ട് അവിടെ തന്നെ ഒളിച്ചു വെച്ചു. അങ്ങനെയാണ് 15-ാമത്തെ വയസ്സിൽ അവളുടെ ആത്മാവ് ശക്തമായിട്ട് പറയണം, നീ ഇതെല്ലാം വിട്ട് മിണ്ടാമഠത്തിൽ പോകണം. നിയമം അനുസരിച്ച് 16 വയസ്സ് കഴിയാണ്ട് മഠത്തിൽ ചേരാൻ പാടില്ല. എന്നിട്ട് ആ ഇടയ്ക്കാണ് ലിസ്വിൽ നിന്ന് എല്ലാവരും റോമിലേക്ക് തീർത്ഥാടനം പോകേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, ഞാനും വരുന്നു. റോമിൽ പോയി അതിൻ്റെ കൂടെ. ഇവള് പോണത് എന്തിനാ? തീർത്ഥാടനത്തിനൊന്നുമല്ല. അത് എഴുതിയിട്ടുണ്ട്. അവിടെ ആളുകൾ റോമിലെ ബിൽഡിങ്ങുകളുടെ മനോഹാരിതയെല്ലാം കണ്ട് ആസ്വദിക്കുമ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു, എനിക്ക് കണ്ണ് കാണാത്തത്, കാത് കേൾക്കാത്തത്, മനുഷ്യ മനസ്സിന് നിരൂപിക്കുക പോലും ചെയ്യാത്തതല്ലേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ? 15 വയസ്സിലൊരു കുട്ടി പറയാം, എനിക്കതൊന്നും കാണാനില്ല ആഗ്രഹം. ഞാൻ റോമിൽ പോകുന്നത് പരിശുദ്ധ പിതാവിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പറയണം, എനിക്ക് ഇപ്പൊ തന്നെ കാർമലിൽ പ്രവേശനം കിട്ടാൻ അന്ന് ഒരു സ്പെഷ്യൽ അനുവാദം തരണം. അപ്പോ ജോൺ ഓഫ് ദ ക്രോസിന് വയസ്സുകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യുവത്തിന്റെ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തി കൊടുത്തതും അമ്മ ത്രേസ്യയ്ക്ക് ഒരു യുവതിയായപ്പോൾ വെളിപ്പെടുത്തി കൊടുത്തതും അഗസ്തീനോസിന് 33 വയസ്സ് കഴിഞ്ഞിട്ട് വെളിപ്പെടുത്തി കൊടുത്തതും ഇതാ ഈ കുട്ടിക്ക് 10-12 വയസ്സിൽ കിട്ടിക്കഴിഞ്ഞു. നമ്മളുടെ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവള് 2-3-ാമത്തെ ധ്യാനം ഇപ്പൊ കൂടുന്നത്, ഈ മരിയ കൊച്ച്. അവളും ഈ വചനമെല്ലാം കേട്ട് ഇപ്പൊ അവൾ പറയാൻ ഞാനവിടെ ഇരുന്ന് വചനം കേൾക്കണമെന്ന് പറഞ്ഞു വന്നിരിക്കുക. കണ്ടോ? അഗസ്തീനോസിന് 33 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത് കിട്ടിയത്. കൊച്ചു ത്രേസ്യക്ക് 10-12 വയസ്സിലെ ഈ കണ്ടെത്തലുണ്ടായി. എന്ത് കണ്ടെത്തി? ദൈവരാജ്യം നമ്മളിൽ തന്നെയാണെന്ന് കണ്ടെത്തി. ഇത് നമ്മളെ സംബന്ധിച്ച്
കുരിശ് വരയ്ക്കാൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് കണ്ടെത്തേണ്ടതാണ്. ഒന്ന് കുരിശ് വരച്ച എല്ലാവരും ശരിക്കും സാവധാനം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ നമ്മളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. കണ്ടോ, അവിടെ വെച്ച് കൈ അവിടെ വെച്ച് കണ്ടോ, എവിടെ തമ്പുരാൻ? നമ്മളിൽ തന്നെ. എന്താണ് ഈ തമ്പുരാന്റെ പേര്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മളോട് നിർത്തുക. ഇനി അത് ശരിക്കും മനസ്സിലാവാൻ ഒന്ന് തിരിച്ചു വരച്ചാൽ മതി. ആദ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ഞങ്ങളുടെ തമ്പുരാനെ. ഉണ്ടോ? തമ്പുരാനെ കൈവയ്ക്കൂടെ. അതിന് മുമ്പ് എന്താ പറയുന്നത്? നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ഞങ്ങളുടെ തമ്പുരാനെ, ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണേ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ മച്ചി ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ പാലാ കൺവെൻഷന്റെ സമയത്ത് 10-15 വർഷം മുമ്പ് എന്തോ ഒരു ജനമാണ്. അപ്പൊ ഇതേമാതിരത്തെ സാക്ഷ്യം പറയൽ തന്നെയായിരുന്നു അന്ന്. പറഞ്ഞാൽ ദൈവാനുഭവം പങ്കുവയ്ക്കാം. അപ്പോൾ ഒരു 80 വയസ്സായ അമ്മച്ചി വന്നിട്ട് പറയാണ്, ഇപ്പോഴല്ലേ മനസ്സിലായത് ഈ കുരിശ് വരയ്ക്കണതിന്റെ അർത്ഥം എന്താന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇക്കാലം അത്രയും 80 വയസ്സ് വരെ